Hi students, welcome back to our channel. Today's topic is articles. What is an article? ഇനി നമുക്ക് ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. An article is a word used to modify a noun. നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഡാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. വിച്ച് ഈസ് എ പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്റ്റ് ഓർ ഐഡിയ. ഈ നൗൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ആവാം. ആൻ ആർട്ടിക്കിൾ കംസ് ബിഫോർ എ നൗൺ. നമ്മൾ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നൗണിന് മുന്നേ ആയിട്ടാണ്. ഇംഗ്ലീഷിൽ 3 ടൈപ്പ് ആർട്ടിക്കിളാണുള്ളത്. എ, ആൻ, ആൻഡ് ദ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ ഹാവ് റീഡ് എ ബുക്ക്. ഇവിടെ എ ആണ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. മൈ മോം ബോട്ട് ആൻ അംബ്രല. അംബ്രലയ്ക്ക് മുമ്പേ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. ദ വെദർ വാസ് സോ നൈസ്. വെദറിന് മുന്നേ ദ എന്ന ആർട്ടിക്കിളും യൂസ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ എന്താണെന്നും അത് ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് എ. യൂസ് എ വെൻ ദ നൗൺ ബിഗിൻസ് വിത്ത് എ കൺസോണന്റ്. നമ്മൾ എടുക്കുന്ന നൗണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസോണന്റ് സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൊടുക്കാം. എക്സാമ്പിൾ എ ബാഗ്, എ ക്യാറ്റ്. ഇംഗ്ലീഷിൽ 44 സൗണ്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വവൽ സൗണ്ട് എന്നും കൺസോണന്റ് സൗണ്ട് എന്നും. ഇനി അതിൽ തന്നെ എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. വെൻ ദ വവൽ യു സൗണ്ട് ലൈക്ക് യു. യു എന്ന സൗണ്ട് പോലെയാണ് നമ്മൾ വവൽ ഉച്ചരിക്കുന്നതെങ്കിൽ അവിടെ എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എ യൂണിവേഴ്സിറ്റി, എ യൂട്ടെൻസിൽ. ഇനി അടുത്തത് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ ഉപയോഗമാണ്. യൂസ് ആൻ വെൻ ദ നൗൺ ബിഗിൻസ് വിത്ത് എ വവൽ. വവലിലാണ് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു നൗൺ തുടങ്ങുന്നത് എങ്കിൽ അവിടെ നമുക്ക് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആൻ ആപ്പിൾ, ആൻ അംബ്രല. ഇനി അതിലും എക്സെപ്ഷണൽ കേസ് ഉണ്ട്. വെൻ ദ കൺസോണന്റ് എച്ച് ഈസ് സൈലന്റ്. കൺസോണന്റ് സൗണ്ട് ആയിട്ടുള്ള എച്ച് ഒരു വേർഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ എച്ച് സൈലന്റ് ആയിരിക്കും. എക്സാമ്പിൾ ആൻ അവർ, ആൻ ഓണർ. ഇത് രണ്ടിടത്തെയും എച്ച് സൈലന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ദ എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. യൂസ് ദ ഫോർ എ സ്പെസിഫിക് ഐറ്റം. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഐറ്റം അതിൽ ചേർക്കുന്നതാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. എക്സാമ്പിൾ ദ അംബ്രല്ല ഇൻ ദ ബാഗ്. എന്താണ് ആ ബാഗിനകത്ത് ഇരിക്കുന്ന ആ കുട എന്നുള്ള മീനിങ് വരുന്നു. ദ ക്യാറ്റ് ഇൻ ദ ട്രീ. ആ മരത്തിലിരിക്കുന്ന ആ പൂച്ച. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അത് എവിടേക്കാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ടു ടോക്ക് അബൌട്ട് തിങ്സ് ഇൻ ജനറൽ. ജനറൽ ആയിട്ട് നമ്മൾ എന്തിനെങ്കിലും പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. എക്സാമ്പിൾ മിൽക്ക് ഈസ് ഗുഡ് ഫോർ യു. സെക്കൻഡ് പോയിന്റ്, ടു ടോക്ക് അബൌട്ട് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. സ്പോർട്സിനെയും ഗെയിംസിനെയും പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കാറില്ല. എക്സാമ്പിൾ ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ ബാസ്കറ്റ്ബോൾ. തേർഡ് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് കൺട്രീസ്. കൺട്രീസിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കാറില്ല. അതിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. UK, US ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ചേർക്കാറുണ്ട്. ഫോർത്ത് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിന് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഫിഫ്ത്ത് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് റെയിൽവേ സ്റ്റേഷൻ വെൻ ദേ ആർ ഓൾസോ പ്ലേസ് നെയിംസ്. ഇങ്ങനെയുള്ള പ്ലേസും നെയിംസ് ഒക്കെ വരുന്ന ഭാഗത്തൊന്നും നമ്മൾ ആർട്ടിക്കിൾ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. സിക്സ്ത് പോയിന്റ്, ബിഫോർ ദ നെയിംസ് ഓഫ് മീൽസ്. മീൽസ് എന്താണെന്ന് അറിയാം, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. എക്സാമ്പിൾ നോക്കിക്കോളൂ. ദേ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ടു ഡിന്നർ. അപ്പോൾ ഡിന്നറിന്റെ മുന്നിൽ യാതൊരു ആർട്ടിക്കിളും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല.
ലാസ്റ്റ് പോയിന്റ്, ബിഫോർ നൗൺ പ്ലസ് നമ്പർ, നൗണും നമ്പറും കൂടെ ഒരുമിച്ച് വരുന്നിടത്ത് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. എക്സാമ്പിൾ, ദിസ് ലബോറട്ടറി ഈസ് ഇൻ റൂം 6 ഓൺ ദ 3rd floor. അവിടെ നൗണും വന്നു നമ്പറും വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ആർട്ടിക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.